ഫോണായിരുന്നു. ജെസ്സി നിന്റെ ഫോൺ അടിക്കണ. ഹലോ മമ്മി ആണോ? എനിക്ക് തോന്നി പപ്പ പോയ സമയം നോക്കിയായിരിക്കും മമ്മി എന്നെ വിളിക്കുന്നതെന്ന്. അല്ല എന്തുണ്ട് കൂട്ടാൻ എന്താ വെച്ച്? അയ്യോ ഇവിടെ ഉണ്ട്, പെരുമ്പാമ്പ് എരയെ വിഴുങ്ങിയത് പോലെ കിടപ്പുണ്ട്. ഇല്ല മമ്മി, അത് ചോദിച്ചിട്ട് മമ്മിൻ്റെ അടുത്ത് വിളിച്ച് പറയാം. ശരി ശരി. ആ ഞാൻ പറഞ്ഞേക്കാം. ശരി എന്നാ. മമ്മിയുടെ ഒരു കാര്യം. മമ്മി എന്തുകൊണ്ട് വിശേഷം? മഞ്ഞുമല ഒഴുക ഇനിയും ടൈം എടുക്കുന്നു. ചെവി കൂടെ എന്തോ പോന്നു. അപ്പുറത്തെ ചെവിയുണ്ട്. എന്തൊന്നു? പോക ഫോൺ എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. അങ്ങനെ. എന്റെ ദൈവമേ, നോക്കിയേ, എന്റെ മമ്മി ഇന്നലെ വിളിച്ചപ്പോ ഇതിന്റെ അപ്പുറം ചാടയായിരുന്നു. പക്ഷെ ഒരു വിധത്തില് ഞാൻ ആ മാറ്ററൊക്കെ അങ്ങ് ഡീൽ ചെയ്തു. അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പെമ്പിളാരെ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ, ആ മിടുക്കുന്ന ആണുങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ പോക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഉടനെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറും. പക്ഷെ ഈ ആണ്ടിലെങ്ങും ടോമിന്റെ വീട്ടിൽ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാ നമുക്ക് നോക്കാം ആരാണ് ആദ്യം വീട്ടിൽ കയറാൻ പോണേന്ന്. നീ നോക്കിയോളൂ, വിത്തിൻ 1 month ടോമിന്റെ പപ്പയും മമ്മിയും ഒരുമിച്ച് വന്ന് ടോമിനെ വിളിക്കും കേട്ടാ. എന്നിട്ട് നമുക്ക് നോക്കാം ആരാണ് ആദ്യം കയറണേ. അതെ, ടോമിന്റെ പപ്പയെ പോലെ തന്നെയല്ലേ ആ വീര്യവും ഗാംഭീര്യവും സംസാരവും. പക്ഷേ വർത്തമാനം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം നടക്കത്തില്ല. എന്ന് വെച്ചാ എന്ത്? പാചകവാടി മാത്രമേ ഉള്ളൂ, ഒരു കാര്യം നടക്കത്തില്ല. നിന്റെ അപ്പം കെട്ടുകണക്കിന് കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എടി ആളുകൾ പൈസ മാറ്റി ലക്ഷക്കണക്കിന് രൂപ അവിടേക്ക് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിയില്ലേ, പട്ടി കൂടുപോലെ പട്ടി റെഡി ഇപ്പൊ കയറി കിടക്കണം. അവിടെ പട്ടിക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? തന്റെ പപ്പ എന്തുണ്ടാക്കി? എന്തിന്? ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു പുൽക്കൂട് പോലും ഉണ്ടാക്കാൻ തന്റെ പപ്പയ്ക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. നിന്റെ പപ്പ അവിടെ ജനിച്ചത് പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ന്യായം പഠിക്കല്ലേ? നിങ്ങളുടെ നാട്ടുകാർക്ക് വരെ നിങ്ങളുടെ പപ്പയുടെ സ്വഭാവം കറക്റ്റ് അറിയാം. അതുകൊണ്ടല്ലേ ഇലക്ഷൻ നല്ല പൊട്ടിയത്. നിന്റെ അപ്പ പിന്നെ കുട്ടാണെങ്കിൽ വോട്ട് കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുകയായിരുന്നല്ലേ. ആവശ്യം എന്റെ പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാനും പറയും പല പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഞാൻ പണം കൊണ്ട് ഇടിച്ച